ഭാരതാംബ ചിത്ര വിവാദത്തെ തുടർന്ന് ഗവർണറുമായുണ്ടായിരുന്ന നല്ല ബന്ധം ഇല്ലാതായതിന് പിന്നാലെ ഊഷ്മള ബന്ധം തുടരാനുള്ള അഭ്യർത്ഥനയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. ഇന്നലെ ഉച്ചയ്ക്ക് ഡൽഹിയിലെ കേരള ഹൗസിലായിരുന്നു അതീവ രഹസ്യമായി നടന്ന കൂടിക്കാഴ്ച. കേരള ഹൗസിലെ 1-2 മുറികളിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും മുൻപാണ് ഗവർണറെ മുറിയിലെത്തി കണ്ടത്. ഭാരതാംബ ചിത്ര വിവാദത്തെ തുടർന്നുണ്ടായ ഉലച്ചിൽ പരിഹരിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ സമവായത്തോടെ പരിഹരിക്കാനും അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തും മുഖ്യമന്ത്രി കൈമാറി. കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്ര വിവാദവും രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനും അതിനെ തുടർന്നുണ്ടായ സമര കോലാഹലങ്ങളുമെല്ലാം സർക്കാരിന്റെ പ്രതിച്ഛായ ഇടിച്ചതായാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. വൈസ് ചാൻസലറെ സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നടക്കം SFI ഭീഷണി മുഴക്കിയതും 2000ഓളം ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ കെട്ടിക്കിടക്കുന്നതും സർക്കാരിന് കൂടി തിരിച്ചടിയാണെന്നും വിലയിരുത്തലുണ്ടായി. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി പ്രശ്ന പരിഹാരത്തിനായി ഗവർണറെ കണ്ടത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ആരോഗ്യം, വിദ്യാഭ്യാസം വകുപ്പുകൾക്ക് പുറമെ സർവകലാശാലകളിലും കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് സർക്കാരിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുമെന്നും വിലയിരുത്തലുണ്ടായി. ഇതേ തുടർന്നാണ് VCയുമായി ചർച്ച നടത്താൻ മന്ത്രി ബിന്ദുവിനോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. മന്ത്രി 2 വട്ടം ഫോണിൽ വിളിച്ചതിനെ തുടർന്ന് VC മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പ്രശ്ന പരിഹാരമുണ്ടായിട്ടില്ല. സസ്പെൻഷൻ അംഗീകരിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് VC മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യം മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഇന്ന് വീണ്ടും രജിസ്ട്രാർ ഓഫീസിലെത്തിയതോടെ സമവായ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞെന്നാണ് VCയുടെ വിലയിരുത്തൽ. രജിസ്ട്രാർ അവധിയിൽ പോവട്ടെ എന്ന് മന്ത്രി പറഞ്ഞുവെങ്കിലും VC വഴങ്ങിയില്ല. സസ്പെൻഷൻ ഉത്തരവ് ഡോക്ടർ KS അനിൽകുമാർ അംഗീകരിച്ച് മാറി നിന്നാൽ പ്രശ്ന പരിഹാരമുണ്ടാകുമെന്നും അതിനുശേഷം തിരിച്ചെടുക്കാൻ അപേക്ഷ നൽകിയാൽ അനുകൂല തീരുമാനമെടുക്കാമെന്നും VCയെ മന്ത്രി അറിയിച്ചിരുന്നു. നിയമവാഴ്ച ഉറപ്പാക്കാൻ സസ്പെൻഷൻ അംഗീകരിച്ചേ മതിയാകൂ എന്നായിരുന്നു VCയുടെ നിലപാട്. സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കാൻ തീരുമാനിച്ചെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും VC നിഷേധിച്ചു. രജിസ്ട്രാർ മാറിയെന്ന് ഉറപ്പായ ശേഷം മാത്രമേ സിൻഡിക്കേറ്റ് വിളിക്കാവൂ എന്നാണ് VC പറയുന്നത്. ഇതോടെ പ്രശ്ന പരിഹാരത്തിന് മന്ത്രി ബിന്ദു നടത്തിയ ഇടപെടലുകൾ ചീറ്റിപ്പോയെന്ന് ഉറപ്പായി. ഇന്ന് രാത്രി തലസ്ഥാനത്തെത്തുന്ന ഗവർണറെ നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി കാണാനിടയുണ്ട്. അതേസമയം സസ്പെൻഷനിലായിട്ടും ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻബലത്തിൽ ഓഫീസിലെത്തുന്നത് ഗവർണറുള്ള അനാദരവാണെന്നാണ് VCയുടെ നിലപാട്. ഗവർണർക്കോ VCക്കോ സിൻഡിക്കേറ്റിനോ സസ്പെൻഷൻ പിൻവലിക്കാൻ അനിൽകുമാർ അപേക്ഷിച്ചിട്ടുമില്ല. അടിയന്തരാവസ്ഥ സമരക്കാരെ ആദരിക്കാനുള്ള യോഗത്തിലെ പ്രധാന മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്നായിരിക്കെ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ തെറ്റെന്താണെന്നും മന്ത്രി VCയോട് ചോദിച്ചു.